ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നല്ലോ, അതായത് മാർച്ച് 30 കേട്ടോ. 30 മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ മദേഴ്സ് ഡേ വിഷ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന ബിലേറ്റ് ഹാപ്പി മദേഴ്സ് ഡേ കേട്ടോ. അപ്പം മദേഴ്സ് ഡേയിൽ പ്രത്യേകിച്ച് എന്നാ പറയുക, നമ്മൾ എല്ലാവരും നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരെ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളും ഹസ്ബൻഡും വിഷ് ചെയ്തപ്പോൾ എനിക്ക് തന്ന 1-2 ഗിഫ്റ്റായിട്ട് ഒരു ചോക്ലേറ്റും ഒരു ഫ്ലവർ വേസും ഒക്കെ എനിക്ക് കിട്ടി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതിൽ. അപ്പം അപ്രതീക്ഷിതമായിട്ട് വേറൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. അതാണ് മെയിൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് സൺഡേ ആയിരുന്നപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവിടെ ഫാദർ ബ്ലെസ് ചെയ്തിട്ട് ഇത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. എല്ലാ മദേഴ്സിനും അവിടെ വന്ന പള്ളി കുർബാനയ്ക്ക് വന്ന എല്ലാ മദേഴ്സിനും ഫ്ലവേഴ്സ് നൽകി. അത് ബ്ലെസ്ഡ് പ്രത്യേക പ്രാർത്ഥന ഞങ്ങളെല്ലാവരെയും ഫ്രണ്ടിൽ വിളിച്ചു ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ലൈഫിൽ മദേഴ്സ് ഡേ ആഘോഷിച്ചെങ്കിലും ഈ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കാരണം പള്ളിയിൽ അച്ഛൻ നമ്മളെല്ലാം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക, അതിൽ നമുക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തരിക എന്നൊക്കെയുള്ളത് വളരെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഫ്ലവറൊക്കെ പിടിച്ചിങ്ങനെ പോരുന്നതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ നിങ്ങളെ എടുത്ത് കാണിച്ചു കേട്ടോ. ഫ്ലവേഴ്സ് കിട്ടിയത് ഡാഫോഡിൽസിൻ്റെ ആണ്, പക്ഷെ അത് മുട്ട കേട്ടോ, എന്നിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല. അത് കാണാൻ ഭംഗിയില്ലെങ്കിലും നമുക്ക് കിട്ടിയപ്പോൾ അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ വന്നത് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ഞാനത് വാട്ടൊക്കെ നിറച്ച് കറക്റ്റ് അളവിലൊക്കെ ആക്കി നമ്മുടെ ഫ്ലവറിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ചെയ്തത് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് പിള്ളേർ പറഞ്ഞു, ഇന്ന് മദേഴ്സ് ഡേ ഉണ്ട്, അമ്മ ഒന്നും ഉണ്ടാക്കണ്ട, ഇന്ന് പപ്പയുടെ അവിടെ എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ തമാശയായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ പോകാൻ വേണ്ടി റെഡിയായി ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഹസ്ബൻഡ് അവിടെ വട ഉണ്ടാക്കും കേട്ടോ, ഉഴുന്ന് വട ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഉണ്ടാക്കുന്ന രീതി ചിലർക്ക് ഈ വട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തുളയിടുന്ന അറിയത്തില്ലോ. അപ്പോൾ ഹസ്ബൻഡ് ചെയ്യുന്ന ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം മാവ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൈ മുക്കിയിട്ടാണ് ഓരോ പ്രാവശ്യവും മാവ് എടുക്കുന്നത്. മാവെടുത്ത് ഇങ്ങനെ അങ്ങനെ കയ്യിലിട്ടിങ്ങനെ ആട്ടി കഴിഞ്ഞിട്ട് നടുക്ക് ജസ്റ്റ് തമ്പ് കൊണ്ട് പ്രസ് ചെയ്താണ് തുള ഉണ്ടാക്കുന്ന പുള്ളി. അപ്പം നമുക്ക് വടയും നല്ല ചമ്മന്തിയൊക്കെ ചൂട് ചായയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി താഴെ വന്നപ്പോൾ തന്നെ എനിക്കിതെല്ലാം റെഡിയായിട്ട് ടേബിളിൽ സെറ്റാക്കി തന്നു, ചായയും വടയൊക്കെ ആയിട്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള ബ്ലെസ്ഡ് ഒരു ഡേ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന മദേഴ്സായ എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ. അപ്പം മദേഴ്സ് ഡേയിൽ എല്ലാവർക്കും ഓരോ അമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റോ വിഷൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡാഫോഡിൽസ് കുറച്ച് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എടുത്തൊരു ഫോട്ടോയാണിത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ചെറിയ വീഡിയോ നല്ല വീഡിയോസും വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിൽ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.